ആദ്യം 15 കിലോയുള്ള ഒരു ബോംബ് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന ആ വീടിനുള്ളിൽ കൊണ്ടുവച്ചു. പക്ഷേ അദ്ദേഹം തിരിച്ചിറങ്ങി സേഫ് സോണിൽ എത്തുന്നതിന് മുമ്പേ അത് പൊട്ടിത്തെറിച്ചു. തകർന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ അദ്ദേഹം തലയിൽ പതിച്ച് രക്തം വാർന്നൊഴുകി. അതൊന്നും വകവയ്ക്കാതെ വീണ്ടും രണ്ടാമത്തെ അറ്റംപ്റ്റ്. ഇത്തവണ 3 പെട്രോൾ ബോംബുകൾ എറിഞ്ഞ് അവർ ആ വീടിന്റെ ഒരു ഭാഗം തകർത്തു. എന്നാൽ ആ വീടിന്റെ ഇനിയും തകരാത്ത ഭാഗത്ത് ഒളിച്ചിരുന്ന ആർമിക്ക് നേരെ തുരുതുരെ വെടിവെച്ചുകൊണ്ടിരുന്ന തീവ്രവാദികളുടെ ഇടയിലേക്ക് ഒരു ചെറിയ അനക്കം ഉണ്ടായാൽ പോലും പൊട്ടാൻ സാധ്യതയുള്ള 30 കിലോ ഭാരം വരുന്ന ബോംബുമായിട്ട് കയറി ചെല്ലാൻ മേജർ ഋഷി തീരുമാനിച്ചു. ഇതൊരു പക്ഷേ തന്റെ അവസാനമായിരിക്കാം എന്ന് ഋഷി മനസ്സിലാക്കി. ആ ഒരു നിമിഷത്തിലാണ് അദ്ദേഹം തന്റെ അമ്മയെ ഫോണിൽ വിളിച്ചത്. അമ്മേ, ഞാനൊരു ക്രിട്ടിക്കൽ മിലിറ്ററി ഓപ്പറേഷനിടയിലാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. കൊടുങ്ക്രൂരന്മാരായ ആ തീവ്രവാദികളുടെ ഇടയിലേക്ക് അദ്ദേഹം സധൈര്യം ബോംബുമായിട്ട് കയറി ചെന്നു. കൃത്യസ്ഥാനത്ത് തന്നെ ബോംബ് വെച്ചു. പക്ഷെ ഈ ബോംബിൽ നിന്ന് പോലും ഇവർ രക്ഷപ്പെട്ടാൽ നേരെ തന്റെ ടീമിനെ ആയിരിക്കും അവർ ലക്ഷ്യം വെക്കുക എന്ന് തിരിച്ചറിഞ്ഞ ഋഷി തന്റെ നേരെ പാഞ്ഞു വന്ന വെടിയുണ്ടുകളുടെ ദിശയിലേക്ക് നടന്നു കയറി. തന്റെ തലയിലും